ഹലോ ഫ്രണ്ട്സ്, വള്ളുവണ്ണൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ദിവസമാണ്, തിരുവോണം ദിവസമാണ്. നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. ഞാനും അമ്മയും ഓരോ പണികളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏട്ടൻ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വള്ളുവനാടൻ ഫാമിലി പേര് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഏട്ടൻ വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മൊബൈൽ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ രാവിലെ അയ്യപ്പൻ്റെ ഭക്തിഗാനൊക്കെ വെച്ചിട്ടാണ് ഏട്ടൻ അയ്യപ്പൻ്റെ ഒരു ഫാനാണ് ഏട്ടൻ. അതൊക്കെ വെച്ചിട്ടാണ് വിളക്കൊക്കെ വെക്കണത്. നമ്മുടെ മക്കളൊക്കെ നീറ്റിട്ടുള്ളൂ, നീറ്റിന് കുളിപ്പിക്കണം. മക്കളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കളൊക്കെ ഒരുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് വേണം നമുക്ക് അമ്പലത്തേക്ക് പോകാൻ. നമ്മളെല്ലാ പ്രാവശ്യവും അമ്പലത്തേക്ക് പോകാറുണ്ട്, ഇപ്രാവശ്യം നമ്മൾ മുടക്കണില്ല. അപ്പോൾ ആദ്യം പൂക്കൾ ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പൂക്കളൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ വരഞ്ഞിട്ടുണ്ട് ഏട്ടൻ. നമ്മൾ പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളന്ന് കുറച്ച് പൂവൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ മേടിച്ചായിരുന്നു കേട്ടോ. ഈ രാവിലെ പൂ പൊട്ടിക്കാൻ നടക്കേണ്ടവൻ ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആക്കണം. അമ്പലത്തേക്ക് പൂവും വേണമെന്നൊക്കെ പറഞ്ഞ് പൂ കൊല്ലം മേടിക്കുന്ന ഇപ്രാവശ്യം നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ പൂവൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടി പൂക്കളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. ഏട്ടനൊരു സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്, ഞാനും ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ണം കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ഒരുപാടൊന്നും വരയാറിയില്ല, അറിയണ പോലെ വരച്ച് നമ്മൾ പൂക്കളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാത്രി തന്നെ പൂവ് ഞാനും ഏട്ടൻ്റെ മക്കളും അമ്മയും കൂടെ ഒക്കെ ഇരുന്ന് പൂക്കളൊക്കെ ആദ്യം തന്നെ മുറിച്ചൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. നല്ലൊരു ദിവസം, അടുത്ത വർഷം വരെ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടെ നല്ല ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി എല്ലാവർക്കും സർവേശ്വരൻ ആരോഗ്യവും സമാധാനം സന്തോഷമൊക്കെ തരട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ ചോറിനൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സ് മാറാനൊക്കെ പോയി. പിള്ളേരെയും ഞാനൊക്കെ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. ആ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് വന്നു. നമ്മളിതാ പോവാൻ നിൽക്കുന്നുണ്ട്. ഏട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല മഴക്കാറുണ്ടേന്. ഇപ്പോൾ ദൂരെ ഒരു അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഈ സമയവും മഴയൊക്കെ കാരണം അടുത്തൊരു അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ളൊരു അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വഴി നല്ല മോശമുണ്ട്. ഏട്ടൻ വണ്ടിയൊക്കെ ഇറക്കി അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ കണ്ണനാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്കൊക്കെ നല്ല മഴ മൂടലുണ്ട് കേട്ടോ. മഴേനെ പേടിച്ചിട്ടാണ് വേഗം വീട്ടിലെത്തണം. പണികളൊക്കെ കിടക്കണുണ്ടല്ലോ, ഒന്നും കഴിയാതെയാണ് വന്നിക്കുന്നത്. അപ്പോൾ വേഗം തൊഴുതിട്ട് പോവാ എന്ന് വിചാരിച്ചു നമ്മൾ തൊഴലൊക്കെ കഴിഞ്ഞു. ഒരു പ്രദക്ഷിണൊക്കെ വെച്ചു. ഒന്നും കൂടി വന്ന് തൊഴുകണമാണ് കേട്ടോ. നമ്മുടെ കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. കണ്ണന് തൊഴലൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. നല്ല മഴ വരണുണ്ട്. അപ്പോഴേക്കും അമ്പലത്തേക്ക് വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നിറയെ ആൾക്കാർ തൊഴാൻ വന്നിട്ടുണ്ട് ഇന്ന് തിരുവോണം ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ തൊഴലൊക്കെ കഴിഞ്ഞു അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതാ വരുന്നു മഴ. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നത് മഴ വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തന്നെ നടന്നു. നമ്മൾ അമ്പലം പോയി വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി പരിപാടികൾ. അപ്പോൾ ഏട്ടൻ തേങ്ങയൊക്കെ ചെറിയ തരണം കേട്ടോ. അമ്മ പഴമൊക്കെ നുറുക്കി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണനും കാശിക്കൂട്ടനും ഇന്ന് ടി വി ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ നമ്മൾ. എനിക്കാണെന്ന് വെച്ചാൽ വിശന്നിട്ട് പോയി. പിള്ളേരും പറഞ്ഞു എനിക്ക് വിശക്കൊണ്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുട്ടൊക്കെ കുഴച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പുട്ടൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ച് എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും ആവിപ്പുട്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ. പഴത്തിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്. ഇനി കറിയൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ അമ്പലം പോയി വരുമ്പോഴേക്കേ അമ്മ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു മധുരം ഉണ്ടോ നോക്കൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് കേട്ടോ. അപ്പോൾ അമ്മ അപ്പോഴേക്കും അതൊക്കെ ആയിട്ട് അമ്മ സാമ്പാർ അടുപ്പത്ത് വെച്ചിരുന്നു. സാമ്പാർ അരച്ചൊക്കെ ഒഴിക്കൽ കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും അമ്മ സാമ്പാറും പുളിയിഞ്ചിയൊക്കെ വെച്ചായിരുന്നു. ചോറും ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പഴം അടുപ്പത്ത് വെക്കണം. ഞാനിപ്പോൾ പുട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത്തം വെളുത്താൽ ഓണം കറക്കുന്നതാണല്ലോ പറയാറ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ അത്തിനൊക്കെ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും തെറ്റിയില്ല. നമ്മൾ തിരുവോണം ദിവസം നല്ല മഴയാണ്. നമ്മൾ 1 അവർ എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയി മഴ കാരണം നിന്നിട്ട് 8 മണിക്ക് എത്തിയിട്ട് നമ്മൾ 9 മണി വരെ മഴ കാരണം അവിടെ നിന്നു കേട്ടോ. നല്ല മഴയാണ്. നമ്മൾ മുന്തിരിവള്ളിയൊക്കെ ഏകദേശം വളർന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പുട്ട് അവിടെ ആവിയിലാവണുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് കൂട്ടുകറിക്കുള്ള കടല അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഞാനും ഏട്ടനും മക്കളും എല്ലാവരും പാടെ എന്നിട്ട് കഷ്ണമൊക്കെ നമ്മൾ രാത്രി തന്നെ ഏകദേശം നുറുക്കി വെച്ചായിരുന്നു കേട്ടോ. സാമ്പാർ കഷ്ണം മാത്രം നുറുക്കാനുള്ളൂ, ബാക്കി എല്ലാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് തന്നു. മക്കളൊക്കെ എന്താ ഭയങ്കര ഉത്സാഹമായിരുന്നു മുറിച്ച് വെക്കാനൊക്കെ ആയിട്ട്. ഉറങ്ങാതെ 10-12 വരെ അവർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. 12:30-ഒക്കെയാണ് ഉറങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ കടലെടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് പുട്ടായിട്ടുണ്ട്, ഇനി എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. നമ്മുടെ പുട്ടും പഴമൊക്കെയായി നമ്മളെല്ലാവരും പാടെ കഴിക്കുമായിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ കറിയൊന്നുമില്ല, ചായയും പുട്ടും പഴം മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടനും കണ്ണനൊന്നും ഇല്ലാതെ അതൊന്നും ഇല്ലാതെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാത്ത ആൾക്കാരാണ്. ഇന്ന് പഴമൊക്കെ വെച്ചിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ. പപ്പടം കാച്ചിയില്ല, പപ്പടം കാച്ചെന്ന് വെച്ചു പിന്നെ എന്തായാലും ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു, പിന്നെ കാച്ചിയില്ല കേട്ടോ. വേഗം കഴിച്ചിട്ട് എന്തായാലും പണികൾ നോക്കാൻ തുടങ്ങാൻ വെച്ചിട്ട് നമ്മളെല്ലാവരും പാടെ ഇന്ന് കഴിക്കുന്നത്. കാശിക്കുട്ടനൊക്കെ അങ്ങനെ കഴിക്കാത്ത ആളാണ്. പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാശിക്കുട്ടനൊക്കെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മത്തനും പയറും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കായിരുന്നത് കേട്ടോ. മത്തനും പയറും ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഞാൻ ആദ്യം അരച്ച് തന്നെ ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ നന്നായി വറുത്തു, ബ്രൗൺ ഷെയ്ഡായി വന്നപ്പോൾ അതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തൻ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കൂട്ടുകറിക്കുള്ള കടലയ്ക്ക് അടുപ്പത്ത് വെച്ചിരുന്നു, അതും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അടുത്ത അമ്മ പറഞ്ഞു കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പായസത്തിനുള്ള പരിപ്പൊക്കെ വറുക്കട്ടെ എന്ന് വിചാരിച്ചു. അമ്മ പുറത്ത് പോയിട്ട് പരിപ്പൊക്കെ വറുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണനാണെങ്കിൽ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കണം. ഏട്ടനൊന്ന് പുറത്തേക്ക് കടയ്ക്ക് 2-3 സാധനം മേടിക്കാൻ മറന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പുറത്തേക്ക് കടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. മസാലക്കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഫുൾ വീഡിയോസൊന്നും അതിൻ്റെ എടുത്തിട്ടൊന്നുമില്ല, ആ റെഡിയാണ് വീഡിയോ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗ്രീൻ പീസ്, ഉള്ളി, ക്യാരറ്റൊക്കെ ഇട്ട് നമ്മൾ മസാലക്കറി ഉണ്ടാക്കിയിട്ട് അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പുറത്ത് ഇല വെട്ടാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്നാൽ തേങ്ങ ചിരവട്ടെ പായസത്തിനുള്ളതെന്ന് പറഞ്ഞിട്ട് അമ്മ തേങ്ങ ഇരുന്ന് ചിരവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടനോട് പറയണ്ട, ഏട്ടൻ വന്നിട്ട് പറഞ്ഞു ഏട്ടാ ഒന്ന് കുറച്ച് ചിരവ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഞങ്ങളിന്ന് സംസാരിക്കേണ്ട, എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, വേറൊരു സന്തോഷം, ഇനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എല്ലാവരും കൂടി വെച്ചുണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന അതിൻ്റെയൊക്കെ സന്തോഷം വേറെ തന്നെയല്ലേ. ഏത് കറിയും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് കൂട്ടുകറിയാണ്, റെഡി ആയിട്ടുണ്ട്. റെഡിയാണ് വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂല്ലോ. അതിൻ്റെ ഇടയിലൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാട്ടോ എടുക്കാത്തത്, വേറെ ഒന്നുമല്ല. അപ്പം നമ്മുടെ കൂട്ടുകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ പണികളൊക്കെ ചെയ്യണ കാരണം സമയം കിട്ടിയിട്ടില്ല ഒന്ന്. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ രാത്രി തന്നെ എല്ലാ കഷ്ണങ്ങളും രാത്രി തന്നെ അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഉരുളിലേക്ക് ഇട്ടിട്ട് ഇനി അടുത്തത് അവിയലാണ് വെക്കാൻ പോണത്. ഓണായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു താത്തയുടെ മോളും താത്തയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ താത്ത വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട്, മോൾ ഇവിടെ തന്നെ കേട്ടോ. ഇവിടെ വന്ന് കളിക്കാൻ, നമ്മുടെ മക്കളുടെ കൂടെ കളിക്കാനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ മോൾക്ക്. അപ്പോൾ പാടത്ത് കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ആദ്യം പറഞ്ഞു ഞങ്ങളില്ല എന്ന് പറഞ്ഞു കേട്ടോ. TV കാണാൻ വേണ്ടിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം, വായോ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേവർ 2 പേരും കൂടി പുറപ്പെട്ടു കേട്ടോ. കണ്ണനും കാശിക്കുട്ടനും എന്നാൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു വീട് കുറച്ചിങ്ങനെ പാടത്തിൻ്റെ ഓരോന്നുമില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ അവിയലൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാവണ വീഡിയോ ഒന്നും കാണിച്ചാൽ അതെല്ലാം ആയതിനു ശേഷം നമ്മുടെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. നമ്മൾ മോളെ പാത്തൂന്നാട്ടോ വിളിക്കുക. നമ്മുടെ പാത്തും കണ്ണനും കാശിക്കുട്ടനും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. നല്ല ആസ്വദിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് നിഷാദ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഫുഡ് കൊടുത്തു. ഏട്ടനെ അവനും പാടിട്ടിരുന്നു, ഞാനും അമ്മ ഇരുന്നിട്ടില്ല. ഇവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും ഇരിക്കാമെന്ന്, നമുക്ക് അതിനനുസരിച്ച് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും അവനും പാടെ ഇന്ന് പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിരുന്നും ടൂറും പോണതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.